ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സന്തോഷകരമായ ഒരു കാര്യം നിങ്ങളോട് പങ്കുവെക്കാനാണ് വന്നത്. മറ്റൊന്നുമല്ല, നിരവധിയായിട്ടുള്ള പോലീസ് ഫിംഗർ പ്രിന്റ് സെർച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള സംശയങ്ങൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരികയുണ്ടായി. അതായത് കെമിസ്ട്രി, ഫിസിക്സ് എന്ന് പറഞ്ഞപ്പോൾ അതിൽ ഏതൊക്കെയാണെന്ന് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റിയില്ല, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും പറ്റുമോ, ബയോ കെമിസ്ട്രിക്കാർക്ക് പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ഒത്തിരി കോളുകളും കമൻറ്റുകളും ഒക്കെ ഇങ്ങനെ നിരന്തരം വരികയുണ്ടായി. അപ്പോൾ അതിനൊരു പരിഹാരം കാണുകയാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞത്. നമ്മൾ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് PSC തന്നെ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സൈറ്റിൽ നിന്ന് ഡീറ്റെയിൽസ് എടുത്തിട്ട് നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. ഇതിൻ്റെ ഒരു ഡേറ്റ് വളരെ പരിമിതമാണ്, 4-ാം തീയതി വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ റീച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യുക എന്നൊരു ഉദ്ദേശം ഇതിനകത്തുണ്ട്. അപ്പം സമയമുണ്ട്, അപ്പം വൈകണ്ട. ഇന്ന് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് യോഗ്യതയുള്ളവരൊക്കെ എന്ത് ചെയ്യുക, മറക്കാതെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഞാൻ കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞേക്കാം, ഒന്നുകൂടി അറിയാത്തവർക്ക് വേണ്ടിയാണ്. നമ്മുടെ കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞാൽ 233/2024 എന്ന നമ്പറിൽ വന്നിരിക്കുന്ന വിജ്ഞാപനമാണ്. ഇതിൽ പൊതുവേ നമ്മൾ പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കെല്ലാം നിയമനം ലഭിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ളൊരു പോസ്റ്റായിട്ടാണ് നമ്മൾ പറയുന്നത്. കേരള പോലീസിലാണ്. കേരള പോലീസിൻ്റെ തന്നെ ഫിംഗർ പ്രിന്റ് സെർച്ചർ എന്ന് പറയുന്ന ഒരു പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റിലേക്കാണ് ഈ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് PSC. അപ്പം ഇതിലേക്ക് ഫിസിക്സ്, കെമിസ്ട്രി എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കറിയാം ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ ഒത്തിരിയധികം ഡെവലപ്പ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് പലതരത്തിലുള്ള സ്ട്രീമുകൾ വന്നിട്ടുണ്ട്. പഴയ കൺവെൻഷണൽ ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ PSC കുറച്ച് കാറ്റഗറി ഓഫ് ഫിസിക്സിനെയും കാറ്റഗറി ഓഫ് കെമിസ്ട്രിയെയും ഈക്വലൻ്റ് ആയിട്ട് എടുത്ത് റിക്രൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവർക്കും അപ്ലൈ ചെയ്യാം, അവർ യോഗ്യരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ഏതൊക്കെയാണ് എന്നാണ് നോക്കുന്നത്. അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ പേ സ്കെയിൽ നോക്കിയേക്കാം. പേ സ്കെയിൽ വന്നിട്ട് 43,400 മുതൽ 91,200 വരെയാണ്. അതായത് എൻട്രി ലെവലിൽ തന്നെ 43,200 രൂപ കിട്ടും എന്നാണ്, സാലറി കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാറ്റഗറി. ഇനി ഇതിന് പോലീസിലാണെങ്കിൽ ഫിസിക്കൽ ഉണ്ട് എന്ന് കരുതുന്നത്, ഇതിന് ഫിസിക്കലേ ഇല്ല. ആകെയുള്ളതെന്ന് പറഞ്ഞാൽ മെഡിക്കൽ കണ്ടീഷനിൽ കാഴ്ചശക്തി പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. കാരണം ഇത് ഫിംഗർ പ്രിന്റ് സെർച്ചറാണ്. അപ്പോൾ ഫിംഗർ പ്രിന്റ് സെർച്ചറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി അയാളുടെ ഐ ആണ്. അപ്പോൾ ഐയുടെ ഫിസിക്കൽ വളരെ ഇതാണ്. നല്ല കാഴ്ചശക്തി ഇതിൽ മസ്റ്റാണ്. അതിൻ്റെ ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ട് 6/6 തന്നെ ഉണ്ടാവണം വ്യൂ എന്നുള്ളതാണ്. ഈ അങ്ങനെയുള്ളത് നിയർ വിഷൻ എന്ന് പറഞ്ഞിട്ട് 0.5 തന്നെ 2 കണ്ണിനും വേണം. അതായത് 2 കണ്ണിന് ഈ ഒരു കാറ്റഗറി ഒരു ക്വാളിറ്റി ഉള്ളവർക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ ഒക്കെയുള്ളൂ എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനിയും ഇതിൽ ഫിസിക്കൽ, അതായത് നമുക്കിനി ക്വാളിറ്റി, എഡ്യൂക്കേഷൻ ക്വാളിറ്റിയിലേക്ക് പോകാം. അതിൽ കേരള PSC നോട്ടിഫിക്കേഷനിൽ അവർ തന്നെ പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്, ക്വാളിഫിക്കേഷൻ ആസ് പെർ സ്പെഷ്യൽ റൂൾ. അതായത് BSc കെമിസ്ട്രി ആദ്യം തന്നെ പറയുന്നുണ്ട്, BSc കെമിസ്ട്രി അതിന് യോഗ്യതയാണ്. രണ്ടാമതായിട്ട് BSc ഫിസിക്സ് ആണ്. BSc ഫിസിക്സ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക്സ് കാറ്റഗറിയിലേക്ക് വരുന്ന ഫിസിക്സും ഇവിടെ കൺസിഡർ ചെയ്യുന്നതാണ്. ഇനി BSc പോളിമർ കെമിസ്ട്രിയും ഇവിടെ ഇതിന് ഈക്വൽ ആണ്, അവർക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യതയുണ്ട്. രണ്ടാമത് BSc ED എന്ന് പറയുന്നതാണ്. ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുവാനുള്ള യോഗ്യതയുണ്ട്. ഇനി BSc MSc ഇൻ്റഗ്രേറ്റഡ് കെമിസ്ട്രി ഉണ്ട്. MSc ഇൻ്റഗ്രേറ്റഡ് കെമിസ്ട്രി, ആ ഒരു കോഴ്സുണ്ട്. ഇത് രണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന PG ഉൾപ്പെടെ ചെയ്യുന്ന ഒരു കോഴ്സുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്തവർക്കും ഇതിന് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യതയുണ്ട്. ഇനി BSMS ബാച്ചിലർ ഓഫ് സയൻസ്, മാസ്റ്റർ ഓഫ് സയൻസ് എന്ന് പറയുന്ന കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ടിൽ, കെമിസ്ട്രി സ്ട്രീമിൽ ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത്രയും സ്ട്രീമുകളാണ് ഇക്വലൻസി ആയിട്ട് അല്ലെങ്കിൽ തതുല്യമായിട്ട് PSC നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇത്രയും കോഴ്സുകളെ മാത്രമേ PSC ഈക്വൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ. അതായത് ബയോകെമിസ്ട്രിക്കാരൻ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഈ റിപ്പോർട്ട് പ്രകാരം അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നേ പറയാൻ പറ്റുകയുള്ളൂ. നമുക്ക് വന്ന കുറച്ച് എൻക്വയറിയുടെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് മാത്രമേ നമുക്ക് നിലവിൽ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. നമ്മൾ നേരത്തെ നോട്ടിഫിക്കേഷൻ തന്നെ കാണുമ്പോൾ അറിയാൻ പറ്റും. അതിൻ്റെ ഈ റെക്കോർഡ് വെരിഫൈ ചെയ്യുമ്പോൾ അതിനകത്ത് ധാരാളം ആപ്ലിക്കേഷൻ വരികയും വളരെ കുറച്ച് ആപ്ലിക്കൻസിനെ മാത്രം എക്സാമിന് വേണ്ടി അഡ്മിറ്റ് ചെയ്യുകയും ബാക്കിയുള്ളവരുടെ മുഴുവൻ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തതും PSCയുടെ ആ ഒരു വെബ്സൈറ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കഴിഞ്ഞ 2020 നോട്ടിഫിക്കേഷൻ നോക്കി അതിൻ്റെ ആ ഒരു റിക്രൂട്ട്മെൻറ്റ് ഹിസ്റ്ററി നോക്കുമ്പോൾ അത്തരത്തിൽ നമ്മൾ ഈ പറയുന്ന കാറ്റഗറിയിൽ അല്ലാതെ നമ്മൾ അപ്ലൈ ചെയ്താൽ നമ്മുടെ ആപ്ലിക്കേഷൻ നിരസിക്കപ്പെടുമെന്നത് സംശയമില്ലാത്തൊരു കാര്യമാണ്. അപ്ലൈ ചെയ്താൽ അപ്ലൈ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റണമെന്നില്ല. അപ്പം ആ ഇക്വലൻസി വെച്ച് എഴുതിയാൽ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അറിവ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഇനി
മറക്കാനെഴുതാത്ത കാര്യം, ഈ യോഗ്യതയുള്ളവർ, ഞാൻ ഈ മെൻഷൻ ചെയ്തിരിക്കുന്ന ഇതിൽ കാണുന്ന യോഗ്യതയുള്ള ഒരു കാരണവശാലും ഈ പോസ്റ്റിൽ അപ്ലൈ ചെയ്യാതിരിക്കരുത്. നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്ന കേരള പോലീസിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു തസ്തികയാണ്. മാത്രമല്ല സാലറി വൈസും പൊസിഷൻ വൈസും സമൂഹത്തിൽ കിട്ടുന്ന ഒരു സ്റ്റാറ്റസ് വൈസും തന്നെ വളരെ പ്രൊഡോമിനൻ്റ് ആയിട്ടുള്ള വളരെ ഒരു എലഗൻറ്റ് പോസ്റ്റിലേക്കാണ് നിങ്ങൾ നിയമിതരാകുന്നതെന്ന് എടുത്തു പറഞ്ഞുകൊള്ളട്ടെ. ഇനിയും ഇതിൻ്റെ എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഒന്നുകൂടി റിമൈൻഡ് ചെയ്യുകയാണ്. 4/9/2024 PSCയുടെ വെബ്സൈറ്റിലുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാറ്റഗറി നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആ ഒരു പോസ്റ്റിലേക്ക് കിട്ടിയാൽ നമുക്ക് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യാൻ പറ്റും. PSC വഴി അപ്ലൈ ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. ഈ പുതിയ പുതുതായിട്ട് സൈറ്റിൽ കയറാത്തവരോട് പറയുകയാണ്, ആ പുതിയ നമ്മുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യേണ്ടുന്ന സമയമുണ്ട്. കാരണം പഴയ നമ്മൾ ഏതെങ്കിലും നമ്പറോ ഡിജിറ്റോ പേരോ ഒക്കെ ഇട്ടിരുന്ന അവസ്ഥയ്ക്ക് ഒന്ന് മാറ്റിയിട്ട് PSC അവരുടെ പാസ്വേഡിനെ സ്ട്രെങ്തൻ ആക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നേന്ന് ചെയ്യേണ്ടി വരും, പാസ്വേഡ് റീസെറ്റ് ചെയ്യണം. പിന്നീട് കയറുന്നതിന് നമ്മൾ PSCയുടെ സൈറ്റിലേക്ക് വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് OTP വന്ന് OTP വെരിഫൈ ചെയ്ത് മാത്രമേ PSCയുടെ സൈറ്റിൽ ഇപ്പം എൻ്റർ ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നതൊരു പരമാർത്ഥമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പരും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജിമെയിലും റിട്രൈവ് ചെയ്ത് വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രണ്ട് സാധനം ഇല്ല നമുക്ക് ഒരു കാരണവശാലും PSCയുടെ സൈറ്റിൽ ഇപ്പോൾ കയറാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ഈ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് 4/9/2024 ആണെന്ന് ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ മറക്കണ്ട, ഈ ഡേറ്റ് വൈകാതെ എത്രയും പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇനിയും പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫിംഗർ പ്രിൻറ്റ് സെർച്ചറിൻ്റെ കോഴ്സിനെ പറ്റിയാണ്. ഏണസ്റ്റ് അക്കാഡമി വളരെ ശക്തമായിട്ട് തന്നെ ഈ കോഴ്സ് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പ്രിപ്പറേഷനിലൂടെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഈ അടുത്തിടെ സ്കോളർഷിപ്പ് ടെസ്റ്റൊക്കെ നടത്തിയിരുന്നു. നമ്മൾ അഭിമാനത്തോടുകൂടി പറയട്ടെ, കഴിഞ്ഞ സ്കോളർഷിപ്പ് ടെസ്റ്റിന് നമുക്ക് കിട്ടിയിരിക്കുന്ന മാർക്കും കഴിഞ്ഞ തവണത്തെ PSCയുടെ കട്ട് ഓഫ് മാർക്കും ഏറെക്കുറെ സിമിലറാണ്. അതായത് നമ്മുടെ എക്സാമുകൾ ഓൾ കേരള ലെവലിൽ നമ്മൾ സ്കോളർഷിപ്പ് നടത്തുമ്പോൾ പോലും PSCയോട് ഇത്രമാത്രം ഒരു സിമിലാരിറ്റി നമുക്ക് കാണിക്കാൻ പറ്റുന്നത് നമ്മുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് തന്നെ ഒരു സക്സസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോഴും പഠിക്കുമ്പോൾ ഏറ്റവും കേപ്പബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് ഈ ഒരു ജോലി സ്വന്തമാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ കോഴ്സ് ഒന്നുകൂടി ഞാൻ പറയുകയാണ്. നമ്മുടെ കോഴ്സ് എന്ന് പറഞ്ഞാൽ ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. കേരളത്തിൻ്റെ ഏത് ഭാഗത്തിരുന്ന് നിങ്ങൾക്ക്, ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്ന് നിങ്ങൾക്ക് കോഴ്സ് നിങ്ങൾക്ക് പങ്കെടുക്കുവാനും പഠിക്കുവാനും പറ്റുന്നതാണ്. പിന്നെ നമുക്ക് എന്താണ്, നമുക്കൊരു ഓപ്പൺ പ്ലാറ്റ്ഫോം വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അത് പ്രകാരം ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഇതിലൂടെ പരിഹരിക്കാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ എന്ത് സംശയങ്ങൾക്കും പരിഹാരം കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഒരു ലൈവ് ഡൗട്ട് ക്ലിയറാണ് സെഷൻസ് നമ്മൾ എല്ലാ കോഴ്സുകൾക്കും കൊടുക്കുന്നുണ്ട്. ഈ കോഴ്സിനും അത് ഉണ്ടാവും. പിന്നീട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റാങ്ക് ജേതാക്കൾ അടങ്ങുന്ന ഒരു മെൻറ്റർ പാനലാണ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത്. ഒരു റാങ്ക് ജേതാവ് നമ്മളെ ഗൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ജോലി കിട്ടിയെന്ന് തന്നെയാണ്. കാരണം റാങ്ക് ജേതാക്കൾ പോയ അതേ വഴിയിലൂടെ തന്നെ ആയിരിക്കും നമ്മൾ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. പലപ്പോഴും നമുക്ക് ലക്ഷ്യമില്ലാതെയാണ് നമ്മൾ ലക്ഷ്യത്തിലെത്താതെ നമ്മൾ കറങ്ങിപ്പോകുന്നത്. നമുക്ക് ഒടുവിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ടാർഗറ്റിലേക്ക് എത്താൻ പറ്റില്ല. അപ്പം ആ ഒരു പ്രശ്നത്തിനൊക്കെ പരിഹാരമാണ്. അപ്പം ഏറ്റവും സ്മാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിച്ച് നിങ്ങൾക്ക് കേരള സർക്കാരിലെ ഒരു പോലീസിലെ തന്നെ ഏറ്റവും അഭിമാനകരമായിട്ടൊരു ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.